ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സാധാരണ പെയിന്റിംഗ് ജോലിയല്ല. ഒരു അപകടത്തിൽപ്പെട്ട ആപ്പ വീണ്ടും പുതുജീവൻ നൽകുന്ന ഒരു മനോഹരമായ ഒരു റീഫിനിഷിംഗ് ജോലിയാണ്. റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ അപകടം സംഭവിച്ച് ബോഡി ഭാഗം കേടുപാടുകൾ സംഭവിച്ച ഈ ആപ്പയെ എങ്ങനെ പഴയ ഭംഗിയിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന് നമുക്ക് ഘട്ടം ഘട്ടമായി കാണാം. ഒരു വാഹനത്തിന്റെ ഭംഗി അതിന്റെ നിറത്തിലല്ല, ആ നിറത്തിന്റെ അടിത്തറ എത്ര നല്ലതാണെന്നതിലാണ്. അതുകൊണ്ട് തന്നെ പെയിന്റിങ്ങിന് മുമ്പുള്ള ഓരോ ഘട്ടവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം അപകടം സംഭവിച്ച ഭാഗത്ത് പാച്ച് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. വെൽഡിംഗ് ചെയ്ത ഭാഗങ്ങൾ, മെറ്റൽ വർക്ക് ചെയ്ത ഭാഗങ്ങൾ ഇപ്പോൾ പെയിന്റിങ്ങിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയായതുകൊണ്ട് ബോഡി ഫില്ലർ ഇടുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പം ബോഡി ഫില്ലർ ഇട്ടതിന് ശേഷം പേപ്പർ പിടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ആദ്യഘട്ടമായി നമ്മൾ ചെയ്യുന്നത് സാൻഡിങ് ആണ്. പാച്ച് വർക്ക് ചെയ്ത ഭാഗം നന്നായി സാൻഡർ ഉപയോഗിച്ച് മിനുസപ്പെടുത്തണം. എവിടെയെങ്കിലും ഉയർച്ചയോ താഴ്ചയോ ഉണ്ടെങ്കിൽ അത് ഈ ഘട്ടത്തിൽ തന്നെ ശരിയാക്കണം. സാൻഡിങ് കഴിഞ്ഞതിന് ശേഷം ബോഡി ഫില്ലർ നമുക്ക് തയ്യാറാക്കാം. ബോഡി ഫില്ലറിലേക്ക് ആവശ്യമായ അളവിൽ ഹാർഡനർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഹാർഡനർ കൂടുതലായാലും കുറവായാലും പ്രശ്നമാണ്. അതിനാൽ ശരിയായ അനുപാതത്തിൽ ചേർക്കുന്നത് വളരെ പ്രധാനമാണ്. മിക്സ് ചെയ്ത ബോഡി ഫില്ലർ അപകടം സംഭവിച്ച ഭാഗത്ത് സമമായി ഇടുക. ചെറിയ കുഴികളും വെൽഡിംഗ് വർക്കുകളും എല്ലാം മറയ്ക്കുന്ന രീതിയിലായിരിക്കണം ഈ പുട്ടി വർക്ക്. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇനി 150ന്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് സാൻഡിങ് ചെയ്യണം. പലർക്കും ഒരു സംശയം ഉണ്ടാകും, എന്തിനാണ് വെള്ളം ഉപയോഗിച്ച് സാൻഡിങ് ചെയ്യുന്നത് എന്ന്. കാരണം ഡ്രൈ ആയി സാൻഡിങ് ചെയ്യുമ്പോൾ പുട്ടിയുടെ പൊടി പേപ്പറിൽ ഒട്ടിപ്പിടിക്കും. അതോടെ പേപ്പറിന്റെ കട്ടിംഗ് ശേഷി കുറയും. എന്നാൽ വെള്ളം ഒഴിച്ചുകൊണ്ട് സാൻഡിങ് ചെയ്യുമ്പോൾ പൊടി ഉടൻ തന്നെ ഒഴുകിപ്പോവുകയും പേപ്പർ കൂടുതൽ സമയം ഉപയോഗിക്കാനും വളരെ സ്മൂത്ത് ഫിനിഷ് ലഭിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു. 150ന്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് ബോഡി ഫില്ലർ പൂർണ്ണമായും ലെവൽ ചെയ്യണം. കൈകൊണ്ട് തൊട്ടു നോക്കുമ്പോൾ ഉയർച്ചയും താഴ്ചയും ഒന്നും അനുഭവപ്പെടരുത്. ഒരു മികച്ച പെയിന്റിംഗ് ജോലിയുടെ അടിത്തറ ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത ഘട്ടം NC പുട്ടിയാണ്. ബോഡി ഫില്ലർ കൊണ്ട് ശരിയാക്കാൻ കഴിയാത്ത ചെറിയ പിൻഹോളുകളും ചെറിയ സ്ക്രാച്ചുകളും മറയ്ക്കാനാണ് NC പുട്ടി ഉപയോഗിക്കുന്നത്. NC പുട്ടി വളരെ ശ്രദ്ധയോടെ ഇടണം. ആവശ്യമായ ഭാഗങ്ങളിൽ മാത്രം സമമായി പ്രയോഗിക്കുക. ഇത് ഉണങ്ങിയ ശേഷം 320ന്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് വീണ്ടും വെള്ളം ഒഴിച്ചുകൊണ്ട് സാൻഡിങ് ചെയ്യണം. ഈ ഘട്ടത്തിൽ ഉപരിതലം കൂടുതൽ മിനുസമുള്ളതാകാൻ തുടങ്ങും. 320ന്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് സാൻഡിങ് പൂർത്തിയാക്കിയ ശേഷം വീണ്ടും കൈകൊണ്ട് പരിശോധിക്കുക. ഒരു നല്ല പെയിന്റർ കണ്ണുകൊണ്ട് മാത്രം നോക്കാറില്ല, കൈകൊണ്ട് സ്പർശിച്ചും ഉപരിതലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കും. ഇനി പ്രൈമർ അടിക്കാനുള്ള സമയമാണ്. അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ST കമ്പനിയുടെ PS ഗ്രേ ആണ്. വാഹന പെയിന്റിംഗ് മേഖലയിലെ മികച്ച ഫിനിഷിംഗ് നൽകുന്ന ഒരു നല്ല പ്രൈമറാണിത്. പ്രൈമർ നന്നായി സ്പ്രേ ചെയ്ത ഉപരിതലം മുഴുവനും ഓരോ രീതിയിലും കവർ ചെയ്യണം. പ്രൈമർ ഉണങ്ങിയ ശേഷം വീണ്ടും ഫിനിഷിംഗ് സാൻഡിങ് നടത്തണം. ഇതിനായി 400ന്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് സാൻഡിങ് ചെയ്യുക. ഈ ഘട്ടത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്, കാരണം പ്രൈമറിന്റെ ഉപരിതലം എത്ര മിനുസമുള്ളതാണോ അത്രയും മനോഹരമായിരിക്കും അന്തിമ പെയിന്റിംഗ് ഫിനിഷ്. 400ന്റെ പേപ്പർ ഉപയോഗിച്ച് നന്നായി സാൻഡിങ് ചെയ്ത ശേഷം ഉപരിതലം വൃത്തിയാക്കണം. വെള്ളത്തിന്റെ അവശിഷ്ടങ്ങൾ, പൊടി, അഴുക്ക് എന്നിവയൊന്നും അവശേഷിക്കരുത്. ഒരു ശുദ്ധമായ തുണി ഉപയോഗിച്ച് മുഴുവൻ ഭാഗവും നന്നായി തുടച്ച് വൃത്തിയാക്കുക. ഇപ്പോൾ നമ്മുടെ ഓട്ടോയുടെ ബോഡി പെയിന്റ് സ്വീകരിക്കാൻ പൂർണ്ണമായും തയ്യാറായിരിക്കുന്നു. ഇനി വരുന്നത് ഏറ്റവും മനോഹരമായ ഘട്ടമാണ്, കളർ കോട്ടിംഗ് ആണ്. ഈ ഓട്ടോയുടെ അടിസ്ഥാന നിറം യെല്ലോ ആണ്. അതിനാൽ ആദ്യം ബേസ് പെയിന്റ് സ്പ്രേ ചെയ്യാം. ബേസ് കോട്ട് ഒരു തവണയിൽ കട്ടിയായി അടിക്കരുത്, പകരം 2-3 ലൈറ്റ് കോട്ടുകളായി അടിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ കളർ ഓരോ രീതിയിൽ പരക്കുകയും നല്ല കവറേജ് ലഭിക്കുകയും ചെയ്യും. ഓരോ കോട്ടിനും ആവശ്യമായ ഫ്ലാഷ് ഓഫ്
ടൈം നൽകണം. ബേസ് കോട്ട് പൂർത്തിയാക്കുമ്പോൾ വാഹനത്തിന് യെല്ലോ നിറം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ കാണുന്ന നിറം പൂർണ്ണമായ ഫിനിഷ് അല്ല, യഥാർത്ഥ ഭംഗി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനായി PU ടോപ്പ് കോട്ട് തയ്യാറാക്കാം. ശരിയായ അളവിൽ ഹാർഡനറും ടിന്നറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം സ്പ്രേ ഗണ്ണിൽ നിറയ്ക്കുക. ഇനി ടോപ്പ് കോട്ട് സ്പ്രേ ചെയ്യാം. PU ടോപ്പ് കോട്ട് വീഴാൻ തുടങ്ങുമ്പോൾ വാഹനത്തിന്റെ നിറം പൂർണ്ണമായി ഉണരുന്നത് നമുക്ക് കാണാം. യെല്ലോ കളറിന് ആഴവും തിളക്കവും ലഭിക്കുന്നു. പകൽ വെളിച്ചത്തിൽ നോക്കുമ്പോൾ കണ്ണ് കവർന്നെടുക്കുന്ന ഒരു ഫിനിഷ് രൂപപ്പെടുന്നു. അപകടത്തിൽപ്പെട്ട് രൂപഭംഗി നഷ്ടപ്പെട്ടിരുന്ന ഈ ആപ്പ ഇപ്പോൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു നല്ല പെയിന്റിംഗ് ജോലി എന്നത് വെറും നിറം അടിക്കൽ മാത്രമല്ല. സാൻഡിംഗ്, പുട്ടിവർക്ക്, പ്രൈമറിംഗ്, ബേസ് കോട്ട്, ടോപ്പ് കോട്ട് എന്നിങ്ങനെ ഓരോ ഘട്ടവും കൃത്യമായി ചെയ്താലാണ് അവസാനം മികച്ച ഫിനിഷിംഗ് ലഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള പെയിന്റിംഗ് ജോലികൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി. വീണ്ടും മറ്റൊരു മനോഹരമായ ജോലിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.